ഏറെക്കുറെ 40 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ആ ഹോസ്പിറ്റലിലെത്തി ചീഫ് ഡോക്ടറെ മീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വാർഡിലുണ്ടായിരുന്ന എല്ലാവരെയും മറ്റൊരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ പെൺകുട്ടി എങ്ങനെയാ മരിച്ചേ? നിങ്ങൾ എന്തിനാ ചീഫ് ഡോക്ടറെ മീറ്റ് ചെയ്തേ? വിക്രം, എന്താ സംഭവിച്ചെന്ന് അറിയാതെ പറയരുത് വിക്രം. അവള് ജീവിച്ചിരുന്നെങ്കിൽ തന്നെ അവളുടെ ജീവിതം വളരെ ക്രൂരമായിരുന്നിരിക്കും. അതിനുശേഷം അവൾക്ക് കുടുംബപരമായി നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ അവളെ ഇത്രയും മോശപ്പെട്ട സ്ഥലത്തു നിന്നും നല്ലൊരു സ്ഥലത്തേക്കാണ് പറഞ്ഞയച്ചത്. ഇറ്റ്സ് നോട്ട് മർഡർ, ഇറ്റ്സ് ജസ്റ്റ് മാസിക്കലി. റേപ്പ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ ലിവ് വിത്ത്. ഐ നോ ഹെർ ഡിഫിക്കൽട്ടീസ്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല വിക്രം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആ പെണ്ണ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം പുറത്തറിഞ്ഞ് നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള ഭയം. സോ യു കിൽഡ് ഹെർ. നിങ്ങൾ എല്ലാവരുടെ നിന്നും എല്ലാം മറച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് എല്ലാം അറിയാം. ഈ പ്ലാന്റെ മാസ്റ്റർ മൈൻഡ് തന്നെ അവനാ. വാട്ട്? ആരാവൻ? ജനനിക്കൊരു ലവർ ഉണ്ടായിരുന്നു. അവനാണ് ഈ രാഹുലിനെയും സിദ്ധാർത്ഥിനെയും എഴുത്തുകാരനെയൊക്കെ ഈ കേസിൽ ഡിസ്ട്രാക്ഷൻ യൂസ് ചെയ്തേ. അവൻ അവന്റെ മുഖം പോലും കാണിക്കാതെ എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അവനാണ് ഈ കേസിന്റെ മുഴുവൻ മാസ്റ്റർ മൈൻഡ്. അവനോട് ഏറെക്കുറെ അടുത്ത് കഴിഞ്ഞു. ഒരു 24 മണിക്കൂറിനുള്ളിൽ അവൻ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കും. അവനെ കിട്ടിയ ഉടനെ അവനെയും ചേർത്ത് എൻകൗണ്ടർ അങ്ങ് ചെയ്തേക്ക്. സിദ്ധാർത്ഥനെ കൊന്നതുകൊണ്ട് നിങ്ങൾക്കല്ലാതെ ഞങ്ങൾക്കാർക്കും ഒരു ഉപയോഗമില്ല. അവനെ ജീവനോടെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ അച്ഛനെ ഏൽപ്പിച്ച നിങ്ങളെ DGP ആക്കിയ ആളല്ലേ. എന്നെ ഒരു കമ്മീഷണറെങ്കിലും ആക്കാതിരിക്കൂ. എന്നാൽ സിദ്ധാർത്ഥന് എന്റെ കയ്യിൽ തരികയാണെന്ന പക്ഷം നിങ്ങളുടെ സർവീസിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ എന്ത് സമ്പാദിക്കുന്നുവോ അതിന്റെ 10 മടങ്ങിലധികം സെറ്റിൽമെന്റ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സിദ്ധാർത്ഥേ, 72 മണിക്കൂർ നീ അവരുടെ കൺട്രോളിലായിരുന്നു. അവര് വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു? താൻ എഴുതുന്നൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്കെന്താ വട്ടാണോ? DGPയുടെ മോളെ കടത്തി ന്യൂസ് സെൻസേഷനിലാക്കി മീഡിയാസിനെ കയ്യിലെടുത്ത് സേഫായിട്ട് പ്ലേ ചെയ്തു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ 60 വയസ്സുള്ള ഒരുത്തും കുത്തി വരയ്ക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ പിന്നിൽ ഒരു പെരിച്ചാഴി ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, എങ്ങനെ എഴുതാൻ കഴിയും? ഏത് കേസിലാണോ നിന്റെ ചേട്ടൻ മരിച്ചത് അതേ കേസ് നീ റീക്രിയേറ്റ് ചെയ്തു. സിദ്ധാർത്ഥനെയും പൂജയെ ഒരേ സമയത്ത് തട്ടിക്കൊണ്ടുപോയി സിദ്ധാർത്ഥാണ് പൂജയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പബ്ലിക്കിനെയും മീഡിയയെ നീ വിശ്വസിപ്പിച്ചു. പക്ഷെ വേണ്ട പോലെ നടന്നില്ല. DGPയുടെ മോളെ കിടത്തി പോലീസ് പിടിച്ച കൊന്നുകളയൊന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ജീവൻ പോയാലും സാരമില്ലാന്ന് കരുതി ഇറങ്ങിയത്. നിങ്ങളുടെ മോൻ മരിച്ചതിന് ആ പെൺകുട്ടി എന്താ ചെയ്തേ? മനുഷ്യരാണോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഡാഡ്, നീ ഓക്കേ അല്ലേ? ഐ ആം സേഫ്. നീ ഫോണൊന്ന് വിക്രത്തിനോട്. കൊടുക്കാം. ഡാഡ്സ് ഓൺ ദ കോൾ. യെസ് സാർ. ഹലോ വിക്രം, എന്റെ മകനെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. മറ്റു 2 പ്രതികള് ഇപ്പോഴും തന്നെ കസ്റ്റഡി തന്നെയല്ലേ ഉള്ളത്? അതെ സാർ. അവർ 2 പേരെയും എൻകൗണ്ടർ ചെയ്തിട്ട് താൻ എന്നെ വന്നു കാണാൻ. എല്ലാ പോലീസുകാരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ സാർ. ഏതെങ്കിലും ഒരു പോലീസുകാരനെങ്കിലും മനസാക്ഷിയോടെ ഒരു പോലീസുകാരനെങ്കിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഓർത്തു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത് താങ്ങാൻ കഴിയില്ല സാർ. ഒരു വട്ടം കാണാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നുള്ളൂ.
രാവിലെ വരുമെന്ന് പറഞ്ഞവൻ പിന്നെ വന്നതേയില്ല. അവസാനം അവന്റെ ഫോണിൽ നിന്നൊരു കോൺസ്റ്റബിളാ വിളിച്ചത്. ഹലോ, ആ രവി, എന്താ മോനെ? ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാൻ? ഞാനേ കോൺസ്റ്റബിളാ സംസാരിക്കണ സ്റ്റേഷനിൽ നിന്ന്. കോൺസ്റ്റബിളാ? എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തിനാ സ്റ്റേഷനിൽ? ഒരു ചെറിയ എൻക്വയറി, അത് കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞേച്ചേക്കാം. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. രാവിലെ എന്റെ മോൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. വേറെ ഒരു വാർത്തയാ രാവിലെ വന്നത്. അത് ഞാൻ വിശ്വസിച്ചില്ല. പെട്ടെന്ന് വരാൻ പറഞ്ഞ ഒരു കോള് വന്നത്. 2 ദിവസമായി സാർ ഞാൻ എന്റെ മോനോട് സംസാരിച്ചിട്ട്. ഫോൺ വിളിക്കുമ്പോൾ വേറെ ആരോ എടുത്ത് സംസാരിക്കുന്നു. എന്ത് പറ്റി സാർ? സാറേ, ആദ്യം ഇത് പിടിക്കേ. എന്താ സാറേ ഇത്? എന്റെ മോൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഡ്രസ്സ് ആയിരുന്നത്. എനിക്കൊന്നും അറിയില്ല സാർ. കോൺസ്റ്റബിൾ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അത്രേ അറിയുള്ളൂ. സാറേ, എന്നാ സാറേ, ഇത് ഞങ്ങളാ തന്നെയെന്ന് സാർ ആരോടും പറഞ്ഞേക്കല്ല്. സാർ, ഞാൻ വരട്ടെ സാർ. സാർ സാർ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകനെ ക്രൂരമായി കൊന്നില്ലേ? ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം എനിക്ക് അവനൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തീർത്തു. എന്റെ 2 ആൺമക്കളും എന്റെ 2 കണ്ണുകൾ പോലെയായിരുന്നു. എന്റെ 2 ആൺമക്കളെ ഒരാളെ നേരിലും ഒരാളെ ഫോട്ടോയിലും കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ തകർന്നു പോയി സാർ. രവി കൊടുത്ത കംപ്ലൈന്റ് വെച്ചാണ് എന്താ നടന്നതെന്ന് മനസ്സിലായത്. പിന്നീട് കാർ ഡീറ്റെയിൽസ് ട്രേസ് ചെയ്തപ്പോഴാണ് സിദ്ധാർത്ഥാണ് ഇത് ചെയ്തത്, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആശ ഫേക്ക് എൻകൗണ്ടറിൽ എൻ്റെ ചേട്ടനെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ആ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പല മീഡിയ ആയിട്ട് കോൺടാക്ട് ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. മോനെ, ഇത് ഇന്ത്യ മുഴുവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയ കേസാ. നീ പറയുന്ന ഒരുപക്ഷെ സത്യമായിരുന്നാലും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നു. ഒരു സൈഡ് സ്റ്റേറ്റ് DGP ആയ ആശ, മറുവശത്ത് സെൻട്രൽ ഗവൺമെന്റ് പോക്കറ്റ് വെച്ചിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ അച്ഛൻ. ഇവരോട് പോരാടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ജനങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇത് സെൻസേഷൻ ആക്കെങ്കിൽ മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് 6 മാസം ഗ്രൗണ്ട് വർക്ക് ചെയ്ത് പ്ലാൻ ചെയ്തത്. സിദ്ധാർത്ഥിനെ ഫോളോ ചെയ്തപ്പോൾ അവനുണ്ടായിരുന്ന ഒരേ ഒരു വീക്ക്നെസ് മയക്കുമരുന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അവനോടൊപ്പം ഉണ്ടായിരുന്ന 3 പേരും റേപ്പ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് അവനിപ്പോൾ എവിടെ പോയാലും തനിച്ചാണ് പോകാറുള്ളത്. ഇതിനു മുമ്പ് പോലീസ് അവനെ പലതവണ വാൺ ചെയ്തതുകൊണ്ട് സിറ്റിക്ക് പുറത്തുള്ള പാർക്കിംഗ് ഹോട്ടലിൽ മാത്രമാണ് അവൻ തങ്ങാറുള്ളത്. ഇപ്പോൾ നിങ്ങൾ 3 പേരും വലിയ ആളാണെന്നുള്ള രീതിയിൽ അവനുമായിട്ട് പഴകാൻ നോക്കണം. ഇനി ഇന്തോനേഷ്യയിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ കിട്ടുന്ന റെയർ ഡ്രഗാണ് നമ്മൾ അവന് വെക്കാൻ പോകുന്ന ട്രാപ്പ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മണ്ടത്തരമായിട്ട് തോന്നാം. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്താ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയും നമുക്ക്. ഇതിനു മേൽ ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം ഉണ്ടാവണം. ഇതല്ലാതെ വേറെ എന്ത് കാരണം? ഞങ്ങളുടെ പ്ലാൻ പ്രകാരം സിദ്ധാർത്ഥിനെ കൊണ്ടുപോയ അതേ കാറിൽ തന്നെ പൂജയും തട്ടിക്കൊണ്ടുപോയിട്ട് എന്റെ ചേട്ടൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ടെലികമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുമൂലം നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ സംസാരിക്കാൻ കഴിയും. എന്നാൽ അച്ഛന് മാത്രം ഈ സീക്രട്ട് ഡിവൈസിലൂടെ സംസാരിക്കുന്നത് മാത്രം കേൾക്കാൻ കഴിയും. അത് കേട്ട് അദ്ദേഹം എഴുതിക്കോളൂല്ല. ഇനി അത് മാത്രമല്ലാതെ DGPയുടെ വീട്, റൈറ്ററുടെ വീട്, പിന്നെ പൂജയെ തട്ടിക്കൊണ്ടുപോകുന്ന എല്ലായിടത്തിലും പിൻ ഹോൾ ക്യാമറ സെറ്റപ്പ് ചെയ്യുന്നു. നമ്മൾ എവിടെ എന്ത് നടന്നാലും കൺട്രോൾ റൂമിൽ നിന്ന് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഈ കേസ് DGP ഹാൻഡിൽ ചെയ്താലും ഇനി അതല്ല വേറെ ആര് ഹാൻഡിൽ ചെയ്താലും അവരുടെ ഓരോ മൂമെന്റ്സും നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് സിദ്ധാർത്ഥമായിട്ട് കൂടുതൽ അടുത്തിട്ട് അവൻ്റെ വീക്കെൻഡ്സ് ആയ മയക്കുമരുന്ന് കൊടുത്ത് അവനെ പൊക്കി അവിടുന്നു. എൻ്റെ ഫ്രണ്ട് മൂലം പൂജയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കിഷോറിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടി എനിക്ക്. കിഷോർ ഹോസ്റ്റ് ചെയ്ത പാർട്ടിക്ക് പൂജയും എത്തി. അവളോട് മനഃപൂർവ്വം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക്. പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പൂജയുടെ വണ്ടി പിന്തുടർന്ന് ടയറിന് ആണി വെച്ച് പഞ്ചറാക്കി. അവൾ ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് അവളുടെ ഫോൺ തട്ടിപ്പറിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഷോക്കായി നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവളെ സഹായിക്കാൻ ചെല്ലുന്ന പോലെ ചെന്ന് എന്തൊക്കെയോ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയ അതേ വണ്ടിയിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പൂജയും തട്ടിക്കൊണ്ടുപോയി. അന്ന് പാതിരാത്രി തന്നെ എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുപ്പിച്ചു. ഒരു കംപ്ലൈന്റ് തരാമെന്നത്. പൂജയെ രക്ഷപ്പെടാൻ വിടുന്ന പോലെ വിട്ടിട്ട് അവൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച കോള് വോയിസ് മോഡുലേറ്റർ യൂസ് ചെയ്ത് എൻ്റെ അച്ഛന് ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു.